നമസ്കാരം, ഞാൻ ശശിധരൻ കോഴിമല. ബിഫോർ മാര്യേജ് കോഴ്സിനെ പറ്റിയേ പറയുന്നു. പല പുരുഷന്മാരും സ്ത്രീകളും ബിഫോർ മാര്യേജ് കോഴ്സിനെ പറ്റി അജ്ഞരാണ്, അറിയത്തില്ല, അവർക്കാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണം. കാരണം വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിൽ വരുന്ന പൊരുത്തക്കേടുകൾ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി പറയുന്നു. ശ്രേഷ്ഠമായ കുട്ടി ലഭിക്കണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ കുറഞ്ഞത് 6 മാസത്തെ നോയമ്പെടുക്കണമെന്നതിൽ പറയുന്നു. വിശുദ്ധ ജീവിതം നയിക്കണമെന്നതിൽ പറയുന്നു. ഏതിനും ഒരു കാലവും നേരവും സമയവുമുണ്ട്. സൃഷ്ടികർമ്മത്തിനും കാലവും നേരവും സമയവുമുണ്ട്. നല്ല ദിവസം നോക്കണം, നല്ല മാസം നോക്കണം, നല്ല സമയം നോക്കണം. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ ഉദിച്ച് 10 ദിവസം കഴിഞ്ഞുള്ള ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമെന്ന് പറയുന്നത്. സമയം രാവിലെ 4 മുതൽ 6 വരെയാണ്. കുളി കഴിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിച്ച് നല്ല ആത്മാക്കളെ വേണമെന്ന് ഈശ്വരനോട് യാചിക്കണം. അതുപോലെ തന്നെ ഭാര്യ ഗർഭിണിയാകുന്ന സമയം മുതൽ മുലയൂട്ടിൽ തീരുന്നവരെ അവർക്ക് ദുഃഖം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ബിഫോർ മാര്യേജ് കോഴ്സിലൂടെ പറയുന്നു. അത് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും അത് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ വീട്ടിൽ വഴക്കില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ മാതാപിതാക്കൾ ജീവിക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടി. ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ച് വേറെ ബന്ധം തേടി പോകുന്നവർ, നിങ്ങൾ ജന്മം കൊടുത്ത കുട്ടിയെ നിങ്ങൾ എരുതിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നടുക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്. ആ കുട്ടിയുടെ ജീവിതം ദുഃഖപൂർണമാകും, ദുരിതപൂർണമാകും. അതിൻ്റെ ശരിയായ ജനിതക കഴിവുകൾ ഉണരത്തില്ല, വളരത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഭൗതിക സുഖം നോക്കിയോ അല്ലെങ്കിൽ എന്തിനേലും വേണ്ടി പോയി, പിന്നെ എന്തിന് ജന്മം കൊടുത്തു? ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനും പറയാനും പഠിപ്പിക്കാനും കഴിവുള്ളവർ വേണം. അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കേണ്ടത്. അതല്ല കുറേ സെക്സ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒത്തിരി പോയിൻറ്റ്സുകളുണ്ട്. ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഭർത്താവിന്